അങ്ങനെ അഖിൽ മാരാർ 2020 വിട്ടു. 2020 നമ്മുടെ കിറ്റക്സ് സാബുവിന്റെ അതേ പാർട്ടി. സാബുവിന്റെ NDA പ്രവേശന ലക്ഷ്യത്തെക്കുറിച്ച് അഖിൽ മാരാർ പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇദ്ദേഹം വന്നത് ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് 19 നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ, എറണാകുളത്ത് മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തിനാണ് 19 സ്ഥലത്ത് മത്സരിച്ചത്? 19 സ്ഥലത്ത് മത്സരിക്കുന്നത് 19 സ്ഥലത്തു നിന്നുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. BJPയിൽ നിന്ന് പുള്ളിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. തീർന്നില്ല, സാബുവിന്റെ കിഴക്കമ്പല ലക്ഷ്യവും അഖിൽ മാരാർ വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താ? കിഴക്കമ്പലത്ത് ചെയ്ത പലതും 2020 അല്ല, കിറ്റക്സിന് വേണ്ടിയിട്ടാണ്. കിറ്റക്സിന്റെ പല കാര്യങ്ങളും നടത്തിയെടുക്കാനും എത്ര വലിയ കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ ഒരൊറ്റ ലെറ്റർ മതി ആ സ്ഥാപനം പൂട്ടിപ്പോകാൻ. അങ്ങനെ ഒരു ലെറ്റർ ഒരു കാലത്തും വരാതിരിക്കണമെങ്കിൽ ആ പഞ്ചായത്തിന്റെ ഭരണം അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കണം. അവിടെ ജനങ്ങളെ എങ്ങനെ നിർത്തി? ആനുകൂല്യങ്ങൾ കൊടുത്തു നിർത്തി. ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ജനത അവർക്കൊപ്പം നിന്നു. പൊതുവെ നമ്മുടെ ഇന്ത്യൻ ജനതയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് കിഴക്കമ്പലത്ത് അവർക്ക് വേണ്ടി ജനങ്ങൾ നിന്നു. എന്തായാലും അഖിൽ മാരാരോട് കാണിച്ചത് കടുത്ത വഞ്ചനയായി പോയി. സാബു തന്നെ എങ്ങനെയൊക്കെ വഞ്ചിച്ചുവെന്ന് മാരാർ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നുണ്ട്. ആദ്യം കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. എന്നാൽ കൊട്ടാരക്കര സീറ്റ് കൊടുത്തില്ല. പിന്നീട് പറഞ്ഞു തൃപ്പൂണിത്തറ മത്സരിക്കാമെന്ന്. തൃപ്പൂണിത്തറയിലോ തന്റെ പേരുണ്ടായില്ല. ഒടുവിൽ തനിക്ക് തൃക്കാക്കര തന്നു. തൃക്കാക്കര തന്നു എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അവിടെയാകട്ടെ പ്രവർത്തകർ പോലും ഉണ്ടായില്ല. 1-2 പേരെ വെച്ച് പ്രവർത്തനം നടത്തേണ്ടി വന്നു എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. ഒരു സഹായവും സാബുവിൽ നിന്ന് ലഭിച്ചില്ല എന്ന് അഖിൽ മാരാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്നു. തനിക്കാകട്ടെ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നാണ് അഖിൽ മാരാരുടെ പക്ഷം. തന്റെ ബൈക്ക് വിറ്റു, ഭാര്യയുടെ സ്വർണം വിറ്റു, അങ്ങനെ പലതരത്തിലും താൻ സാമ്പത്തികമായി ബാധ്യത വരുത്തി വെച്ചു എന്നുകൂടി അഖിൽ മാരാർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഇലക്ഷനിൽ തോറ്റ ശേഷം വിളിച്ചാലെങ്കിലും ഫോൺ എടുക്കണ്ടേ? പിന്നീട് ഫോൺ എടുത്തതേയില്ല. തനിക്ക് പാർട്ടിയിൽ എന്തെങ്കിലും തരത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും യാതൊരു മറുപടിയും ഉണ്ടായില്ല എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. സാബുവിന് മുഖ്യം സാബു മാത്രമാണ് എന്ന് അഖിൽ മാരാർ പറഞ്ഞു വെക്കുന്നു. സാബുവിനെതിരെ ആഞ്ഞടിച്ചാണ് മാരാർ 2020യിൽ നിന്നും വിടവാങ്ങിയിരിക്കുന്നത്. സാബുവിനെയും 2020യെയും പറ്റി ഇതാദ്യമായുള്ള ആരോപണമല്ല. നേരത്തെ തന്നെ വിവിധ ആരോപണങ്ങൾ ഈ നിലയിൽ പുറത്തു വന്നിരുന്നു. സാബുവിന്റെ NDA പ്രവേശനം 2020കകത്ത് തന്നെ വലിയ തരത്തിൽ വിമർശിക്കപ്പെടുകയും ചെയ്തതാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പല ജനപ്രതിനിധികളും രാജിവെക്കുകയും മറ്റു പാർട്ടികളുടെ ഭാഗമായി മാറുകയും ചെയ്തതും അനുഭവമാണ്. ഇപ്പോഴിതാ സാബുവിനെതിരെ പരസ്യമായി തന്നെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അഖിൽ മാരാർ പുറത്തേക്കുള്ള വഴി തുറന്നിട്ടിരിക്കുന്നു. സാബു ഇതുവരെ വാർത്താ സമ്മേളനമൊന്നും നടത്തി കണ്ടില്ല. സാധാരണ നിലയിൽ സാബുവിനെതിരെ ഒരു ആരോപണം വന്നാൽ വലിയ തരത്തിൽ അതിനെ എതിർക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ അത്തരത്തിൽ എതിർപ്പുകളൊന്നും കാണുന്നില്ല. നേരെ മറിച്ച് മാരാർ തന്റെ പാർട്ടിയുടെ അംഗം പോലുമല്ലെന്ന് ഒരു മാധ്യമത്തോട് സാബു പറഞ്ഞതായാണ് കാണുന്നത്. എന്തായാലും സാബുവിന്റെ വാർത്താ സമ്മേളനത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. കാരണം മാരാരെ കുറിച്ച് സാബുവിന് എന്തൊക്കെ പറയാനുണ്ടാകും എന്നാണ് ഇനി അറിയേണ്ടത്.